പഴനി ക്ഷേത്രത്തിന് സമാനമായി ഐതിഹ്യപ്പെരുമ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായി ഈ വീഡിയോയിലൂടെ അറിയാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൃശൂർ ജില്ലയിൽ പുത്തൂരിനടുത്തായാണ് ചിന്മയാനന്ദ സ്വാമികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴനി ക്ഷേത്രത്തിന് സമാനമായി മലമുകളിലോട്ട് കയറിപ്പോകുന്ന 239 പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. ഇവിടെ ക്ഷേത്രത്തിന്റെ അടിഭാഗത്തായി തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ബസ് മാർഗവും ക്ഷേത്രത്തിലോട്ട് എത്താം. ഈ നീണ്ട പടവുകൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ഈ കാണുന്ന റോഡിലൂടെ പോയാൽ ക്ഷേത്രത്തിന് അടുത്തായി മുകളിൽ തന്നെ വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ്. നേരെ ക്ഷേത്രത്തിലോട്ട് എത്താമെങ്കിലും ആത്മീയമായ സംതൃപ്തി ലഭിക്കുന്നത് ഈ പടവുകൾ കയറി പോകുമ്പോഴാണ്. ഇവിടെ വലതുഭാഗത്തായി കാണുന്ന വഴിപാട് കൗണ്ടറിൽ നിന്നും കാവടി എടുത്ത് മല കയറാവുന്നതാണ്. അടിവാരം ഗണപതി കോവിലേക്കുള്ള വഴിപാടുകളെല്ലാം ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മല കയറാം. ശിവകുടുംബം ആലേഖനം ചെയ്ത കൊത്തുപണികളാൽ മനോഹരമായ വലിയൊരു ഗോപുരം ഇവിടെ കാണാം. അതിമനോഹരമായ ശില്പഭംഗിയും കൊത്തുപണികളുമെല്ലാം ഈ ഒരു ഗോപുരത്തിൽ കാണാവുന്നതാണ്. ഈ പടവുകൾ കയറാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും വയ്യാത്തവർക്കായി ഈ കാണുന്ന ഇരുമ്പ് പൈപ്പുകളിൽ പിടിച്ച് കയറാവുന്നതാണ്. അതുപോലെ തന്നെ നിർദ്ദിഷ്ട ഇടവേളകളിൽ സ്റ്റെപ്പുകൾ കയറി കഴിയുമ്പോൾ അങ്ങിങ്ങായിട്ട് ഇതുപോലുള്ള ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ക്ഷീണം തീർത്ത് പതുക്കെ മല കയറാവുന്നേ ഉള്ളൂ. ഇവിടെ കണ്ട ഓരോ സ്റ്റെപ്പിലും അത് ഡൊണേറ്റ് ചെയ്ത ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുവശത്തുമായിട്ട് വലിയ വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈവനിങ്ങിലൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യം, മഴക്കാലത്ത് ഇവിടെ വരുമ്പോൾ ഈ സ്റ്റെപ്പുകളിലൂടെ മഴവെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അതിമനോഹരമായൊരു കാഴ്ചയാണ്, നേരിട്ട് കാണുക തന്നെ വേണം. ഈ ഒരു കയറി വന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ അതിരാവിലെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ അടിവാരം മൊത്തം മഞ്ഞിലങ്ങനെ മൂടി നിൽക്കുന്ന മനോഹരമായ കാഴ്ച കാണാം. ചോജം ചേരി എന്നീ 2 വാക്കുകളിൽ നിന്നാണ് ഈ ഒരു ചോച്ചേരിക്കുന്ന് എന്ന പദം ഉണ്ടായത്. ചോജം എന്നാൽ മരവുരി എന്നാണ് അർത്ഥം. മരവുരി ധരിച്ച സപ്തർഷികൾ തപസ് ചെയ്ത ചേരിയാണ് ഈ ഒരു ചോച്ചേരിക്കുന്ന് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ക്ഷേത്രത്തിലെത്താറായി. ഇവിടെ ഇടതുവശത്തായി കാണുന്ന ഈ ഒരു ഭാഗത്താണ് നേരിട്ട് കയറി വരുമ്പോൾ വാഹനം പാർക്ക് ചെയ്യുന്നത്. പിന്നെ പഴനി ക്ഷേത്രത്തിലേതുപോലെ തന്നെ തലമുണ്ടനം ചെയ്യൽ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. അതിനായിട്ടുള്ള മുണ്ടനപ്പുരയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. കാവടി എടുത്ത് മല കയറൽ, പാലഭിഷേകം, ഇതൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ക്ഷേത്രത്തിന്റെ നേരെ മുന്നിലായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ആൽമരം കാണാം. ഇതിന് വലതുഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസും വഴിപാട് കൗണ്ടറും വരുന്നത്. വഴിപാടുകൾ ഓൺലൈനായി ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. വഴിപാട് വിവരങ്ങളെല്ലാം ഇവിടെ കാണാവുന്നതാണ്. പഴനി ക്ഷേത്രത്തിലെ വഴിപാടുകൾക്ക് സമാനമായിട്ടുള്ള എല്ലാ വഴിപാടുകളും ഇവിടത്തെയും പ്രധാന വഴിപാടുകളാണ്. തലമുണ്ടനം ചെയ്യുന്നവര് അതിന്റെ കൂടെ ചെയ്തിരിക്കേണ്ട വഴിപാടുകളാണ് പാലഭിഷേകം, വേൽ സമർപ്പണം, അർച്ചനത്തട്ട് എന്നിവ. അതിനുള്ള സാധന സാമഗ്രികൾ ഇവിടെ ഇതേപോലെ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. 239 സ്റ്റെപ്പും കയറി നമ്മൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ അങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ സുഖം ഉണ്ടല്ലോ, അതിവിടെ വന്ന് അനുഭവിക്കുക തന്നെ വേണം. പഴനി ക്ഷേത്രത്തിന് സമാനമായ രൂപഘടനയോടുകൂടിയുള്ള ഒരു ക്ഷേത്ര നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏറെക്കുറെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ക്ഷേത്രത്തിന്റെ മുന്നിലായി വലിയ കൊടിമരം കാണാം. പിന്നെ ഇവിടുത്തെ കൊത്തുപണികളെല്ലാം അതിമനോഹരമാണ് കേട്ടോ. ഇവിടെ നിന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ്. ഈ ഒരു വരുന്ന മാർച്ചിൽ ഇവിടുത്തെ ഉത്സവമാണ്. അപ്പൊ അതിന് മുന്നേ ഇതെല്ലാം കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയാണ് ഈ ഒരു ക്ഷേത്രം ഒരുങ്ങാൻ പോകുന്നത്. അപ്പോഴങ്ങനെ ഇനി ദർശനത്തിനായി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇവിടെ വലിയ ബലിക്കല്ലെല്ലാം മൂടി വെച്ചിരിക്കുന്നതായി കാണാം. പറഞ്ഞറിയിക്കാനാവാത്തൊരു ആത്മീയ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിനകത്തുള്ളത്. ചിന്മയാനന്ദ സ്വാമികളാണ് ഇവിടുത്തെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. വൃത്താകാരത്തിലുള്ള ശ്രീകോവിലിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠയായി വാണരുളുന്നത്. ഉപദേവ പ്രതിഷ്ഠകളായി ഭഗവതി, ശിവൻ, ശ്രീരാമൻ, ഹനുമാൻ, ഗണപതി എന്നിവരാണുള്ളത്. നാഗരൂപിയായ സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടുത്തെ ഉപാസനാ സ്വരൂപം. ഇവിടുത്തെ പൂജാരിമാരും മേൽശാന്തിമാരുമെല്ലാം വഴിപാട് വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. മറ്റൊരു കാര്യം, പാൻറ് ധരിച്ചുകൊണ്ട് ഇവിടെ ക്ഷേത്രത്തിനകത്ത് ദർശനം ചെയ്യാവുന്നതാണ്.
സർപ്പദോഷ ശാന്തിർത്ഥം ഉപാസന ചെയ്യപ്പെടുന്ന സുബ്രഹ്മണ്യ ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. സ്വരൂപം ത്യജിച്ച സുബ്രഹ്മണ്യ സ്വാമിയുടെ രൂപഭേദം തീരുന്നതിനായി ശ്രീ പാർവതി ദേവി കഠിനമായ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുകയും വ്രതാവസാനം സർപ്പാകാരത്തിൽ സർവാഭരണ ഭൂഷിതനായി സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ശ്രീ നാരായണന്റെ സ്പർശത്താൽ സ്വരൂപത്തിലേക്ക് തിരികെ വന്ന സുബ്രഹ്മണ്യ ചൈതന്യമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ഇവിടെ ഈ കാണുന്നതാണ് ഇവിടുത്തെ അന്നദാന മണ്ഡപവും ഊട്ടുപുരയും. പ്രദക്ഷിണ വഴിയിൽ നിന്നും നേരെ നോക്കിയാൽ കാണുന്നത് ഇവിടുത്തെ സർപ്പക്കാവാണ്. സർപ്പക്കാവിൽ നാഗയക്ഷിയുടെയും നാഗരാജാവിന്റെയും പ്രതിഷ്ഠകൾ കാണാം. ടെമ്പിൾ ടൈമിംഗ് രാവിലെ 5:30 തൊട്ടിട്ട് 10:30 വരെയും വൈകുന്നേരം 5:30 തൊട്ടിട്ട് 7:30 വരെയാണ്. ഇവിടെ ശ്രീ അയ്യപ്പന്റെ ഒരു ഉപദേവ പ്രതിഷ്ഠാ ക്ഷേത്രം കൂടി കാണാം. ക്ഷേത്ര പുനർനിർമ്മാണത്തിന് സംഭാവന നൽകിയ ആളുകളുടെ പേരുകളാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ദേവസേന ഭജന മണ്ഡപമാണ്. ഉത്സവകാലങ്ങളിലൊക്കെ പ്രോഗ്രാമൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. കുംഭമാസത്തിലെ പൂയമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. കന്നി ആയില്യം, രാമായണ മാസാചരണം, വിനായക ചതുർത്ഥി ഇതൊക്കെയാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ പ്രധാന വഴിപാടായ തലമുണ്ടനം രാവിലെ മാത്രമേ ചെയ്യുള്ളൂ. ഈ ഒരു വഴിപാടിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ഇവിടുന്ന് പറഞ്ഞു തരും. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു താഴ്വാര ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് മഞ്ഞ് സമയത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. അങ്ങനെ ദർശനം കഴിഞ്ഞ് പടി ഇറങ്ങുകയാണ്. പിന്നെ ഇവിടുത്തെ പടികൾ കയറി വരുമ്പോൾ തോന്നുന്ന ആ ഒരു സ്ട്രെയിൻ ഇറങ്ങുമ്പോൾ തോന്നില്ല. കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പടി ഇറങ്ങുമ്പോൾ ഒന്ന് കൂടുതലായി ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിയുമെങ്കിൽ ഈ ഒരു പടി കയറി തന്നെ ഇവിടെ ദർശനം നടത്താൻ നോക്കുക. കാരണം നമ്മൾ ആ വിശ്വാസത്തോടു കൂടി പടി കയറുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക ഊർജ്ജവും ആ ഒരു സംതൃപ്തിയും വളരെ വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദർശനം കഴിഞ്ഞതിന് ശേഷം ഈ പടികളിലൂടെ തന്നെ തിരിച്ചിറങ്ങുന്നതായിരിക്കും കൂടുതൽ ഉത്തമമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വയ്യാത്തവർക്ക് നമുക്ക് ഇവിടുത്തെ മേലത്തെ പാർക്കിംഗ് ഉപയോഗിക്കാവുന്നതാണ്. പടവുകൾ ഇറങ്ങുമ്പോൾ ഗോപുരത്തിന്റെ ഈ ഒരു ഭാഗത്തെ കൊത്തുപണികൾ വളരെ വ്യക്തമായിട്ട് കാണാം. മയിൽവാഹനനായ സുബ്രഹ്മണ്യനാണ് ഇവിടെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ശില്പ ഭംഗിയെല്ലാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നും. അടിവാരം ഗണപതി കോവിലിലെ ആ ഒരു ക്ഷേത്ര ഗോപുരത്തിന്റെ മനോഹരമായ കൊത്തുപണികളും ഇവിടെ നിന്നും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടുള്ള ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ഒരു ചോച്ചേരിക്കുന്ന് ക്ഷേത്രം കൂടി ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ബസ്സിന് വരുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ സ്വന്തം വാഹനത്തിൽ വരുന്നവർക്കും ഈ ഒരു ഭാഗത്ത് റോഡുകളെല്ലാം വളരെ നല്ലതാണ്. കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.